നമസ്കാരം. ട്രംപിന്റെ നയങ്ങളും തീരുമാനങ്ങളും കാരണം ലോകരാജ്യങ്ങൾ പലരും പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇന്ത്യയോടുള്ള ട്രംപിന്റെ സമീപനവും തീരുവ യുദ്ധവും ഇന്ത്യക്കും പല പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പല കാര്യങ്ങളും മാറി ചിന്തിക്കാനും ഇതൊരു അവസരമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 7 വർഷങ്ങൾക്കു ശേഷം ചൈന സന്ദർശിക്കുകയും ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴിയും വാർത്തകൾ വഴിയും കണ്ടതുമാണ്. അതിനുശേഷം ചൈനയിൽ നടത്തിയ ഒരു സൈനിക പരേഡ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ചൈന നടത്തിയ വിപുലമായ സൈനിക പരേഡായിരുന്നു അത്. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന ആശങ്കയാണ് ഉടലെടുത്തിട്ടുള്ളത്. സമാധാന നൊബേൽ ലക്ഷ്യമിട്ടിറങ്ങിയ ട്രംപിനെ പരിഹസിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് പുടിൻ, ഒരു ഭീഷണിക്കും വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഒരീച്ചയെ പോലും അടുപ്പിക്കാത്ത ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ, ഇവർ 3 പേരും ഒത്തുചേർന്ന സൈനിക പരേഡ് കണ്ട് നാറ്റോ രാഷ്ട്രങ്ങൾക്ക് ചങ്കിടിപ്പ് കൂടിയിരിക്കുകയാണ്. അട്ടിമറിയുടെ അച്ചുതണ്ട് എന്നാണ് പാശ്ചാത്യ രാഷ്ട്രീയ നിരീക്ഷകർ ഈ കൂട്ടായ്മയെ വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രതിരോധശേഷി ലോകത്തിനു മുമ്പിൽ ഷീ ജിൻപിങ് ഉയർത്തിക്കാട്ടി. 1000-ലധികം സൈനികർ അണിനിരന്ന ടിയാൻമെൻ സ്ക്വയറിലെ പരേഡിൽ അത്യാധുനിക ആയുധങ്ങളും പ്രദർശിപ്പിച്ചു. റോഡ് മൊബൈൽ മിസൈലുകൾ പോലുള്ള പുതിയ ആയുധങ്ങൾ പൊതുവേദിയിൽ ആദ്യമായാണ് അവതരിപ്പിച്ചത്. 2019 ശേഷം ചൈനയുടെ ആദ്യത്തെ വലിയ സൈനിക പ്രകടനമാണിത്. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ എന്നിവരുൾപ്പെടെ 26 ലോക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. പുടിനെ വലതുവശത്തും കിം ജോങ് ഉന്നിനെ ഇടതുവശത്തും നിർത്തിയാണ് ഷീ ജിൻപിങ് പരേഡിന് നേതൃത്വം നൽകിയത്. ഇത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള പരോക്ഷ മറുപടി കൂടിയാണ്. ലോകം സമാധാനമാണോ യുദ്ധമാണോ തിരഞ്ഞെടുക്കുന്നത് എന്ന ചോദ്യം വലിയ രീതിയിൽ മുന്നിലുണ്ട്. എന്നാൽ ചൈന ഒരു ഭീഷണിക്കും വഴങ്ങില്ല. ചൈനീസ് ചരിത്രം മുന്നോട്ടു പോക്കിൻ്റേതാണ്. ഷീ ജിൻപിങ് ചടങ്ങിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. വഴങ്ങാത്ത പുടിൻ, ഷീയുടെ മുന്നറിയിപ്പ്, യൂറോപ്യൻ മണ്ണിൽ മഹായുദ്ധം വരുന്നോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. 3.5 വർഷം പിന്നിട്ടിട്ടും യുക്രൈനിലെ യുദ്ധത്തിൽ നിന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്നോട്ടു പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സൈനിക ലക്ഷ്യങ്ങൾ യുക്രൈനിൽ ഒതുങ്ങില്ലെന്നും യൂറോപ്പിൽ വലിയ ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. അധികാരത്തിൽ കയറിയാൽ ഉടൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞ ട്രംപും ഇപ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഷീ ജിൻപിങ്, പുടിൻ, കിം ജോങ് ഉൻ എന്നിവർ ഉൾപ്പെടുന്ന ഒരു പുതിയ ചേരി രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും ഈ സഖ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. അലസ്കായിലും വൈറ്റ് ഹൗസിലുമായി നടന്ന ഉച്ചകോടികൾക്ക് യുക്രൈൻ സംഘർഷത്തിന് ഒരു പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കിഴക്കൻ ഉക്രൈനിലെ ഡോൺബോസ് മേഖലയിൽ റഷ്യൻ സൈന്യം വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. സമാധാന ചർച്ചകളിൽ പുടിന് താൽപ്പര്യമില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ലോകമഹായുദ്ധം എന്ന ഭീഷണിയെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. ഒരു വെല്ലുവിളി ഉണ്ടായാൽ സൈനിക ശക്തിയുടെ കരുത്തിൽ നാറ്റോ സഖ്യത്തിന് റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിടാൻ കഴിയും. എന്നാൽ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ അത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാകും സൃഷ്ടിക്കുക. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സൈനിക ശക്തി നാറ്റോ തന്നെയാണ്. സഖ്യത്തിലെ 32 രാഷ്ട്രങ്ങൾക്ക് 30 ലക്ഷത്തിലേറെ സജീവ സൈനികരുണ്ട്. 30 ലക്ഷം കരുതൽ സൈനികരും സേവനശേഷിയുള്ള 18 കോടി പേരുമുണ്ട്. ആൾക്കരുത്തിനൊപ്പം നാറ്റോ സഖ്യത്തിനാകെ 14,000 യുദ്ധ ടാങ്കുകളും 3,000 പോർ വിമാനങ്ങളും 1,500ഓളം ഹെലികോപ്റ്ററുകളും ഉണ്ട്. ആണവശക്തിയുള്ള US-ഉം UK-യും ഫ്രാൻസും നാറ്റോയിൽ അംഗങ്ങളാണ്. അതായത് നാറ്റോയ്ക്കാകെ 4,200-ലേറെ ആണവ പോർ മുനകളുണ്ട്. എന്നാൽ റഷ്യയുടെയും ചൈനയുടെയും ഉത്തര കൊറിയയുടെയും സംയുക്ത ശേഷി കണക്കിലെടുക്കുമ്പോൾ നാറ്റോ സഖ്യത്തിൻ്റെ സൈനിക കരുത്ത് മങ്ങിപ്പോകും. അതുതന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നതും. റഷ്യയുടെയും ചൈനയുടെയും ഉത്തര കൊറിയയുടെയും കൂട്ടുകെട്ട് ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാറ്റോയും സഖ്യകക്ഷികളും ഈ വെല്ലുവിളിയെ നേരിടാൻ തയ്യാറെടുക്കുകയുമാണ്.